ആര്യ നീ ഓടിച്ചു കുടിച്ചാട്ടെ. ശരക്കത് കാണുമ്പോ തന്നെ ഛർദിക്കാൻ വരുന്നു. ഛർദിച്ചോട്ട്, ഛർദിച്ചാലും കുടിക്കുക വേണ്ടേ? കുടിച്ചിട്ട് ഛർദിച്ചോട്ട്. എനക്ക് വേണ്ട, എനക്ക് എന്തെല്ലോ ആകുന്നു നീ കാണുമ്പോ. അങ്ങനെ പറയല, അപ്പൊ എന്നാ കുടിക്ക്. എന്തെന്നാ ഇത് തികച്ചും കുടിക്ക്. ഇത് കുടിച്ച എനക്ക് ഛർദിക്കാൻ വരുന്നു. ഓ അപ്പൊ തന്നെ ഛർദി കളി പോയപ്പ വേണ്ട, ഞാൻ പറഞ്ഞില്ല ഓട്സ് കുടിക്കുമ്പോ എനിക്ക് ഛർദിക്കും. ആ മതി. ക്ഷീണം മാറിയാ? ഛർദിച്ചതിന്റെ ക്ഷീണമെന്ന് പറഞ്ഞല്ല. ഭക്ഷണം കഴിക്കാനോ? ഭക്ഷണം കഴിക്കാറ്റില്ലേ? ഇനിയിപ്പോ ആദ്യം കഴിച്ചില്ലെങ്കിൽ ആദ്യം ഇപ്പൊ ഛർദിക്കും. ഒരു 5 മിനിറ്റ് കഴിയട്ടെ. ഇത് അനങ്ങുന്നുണ്ട്. നോക്കിയേ, അനക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ശ്രദ്ധിക്കേ. ചെറുങ്ങനല്ലേ? കേട്ടാ, എനിക്ക് തീരെ കഴിയുന്നില്ല. ഞാൻ പോയിട്ട് കുറച്ചൊന്നും കിടക്കട്ടെ. വേണ്ട, രണ്ട് ഇളനീർ കൊണ്ട് കൊടുത്തോക്ക്. ഭയങ്കര ഛർദിയല്ല, അത് കുടിച്ചാ ക്ഷീണം മാറിയാലും. അതെയാ, ഞാൻ പോയിട്ട് വരുമ്പോ കൊണ്ടുവരാം. മേടിച്ചിട്ട് വാ. കേട്ടെ, കണ്ണൂരേക്കാ പോന്ന്. അതെ, എനിക്ക് വരുമ്പോ ഒരു മസാല ദോശ കൊണ്ട് തരുമോ? മസാല ദോശ വേറൊന്നും വേണോ? മസാല ദോശ മാത്രം മതിയോ? വേണ്ട, അത് മാത്രം മതി. എന്തിനാ ഓടി തോന്നി ഛർദിക്കുവാ? ഇല്ല, ഞാൻ തിന്നോളൂ. എല്ലാരും നീ കുട്ടി കരയുന്നാണെന്നില്ലേ? എത്ര സമയം കുട്ടി കരയുന്നു? പാല് കൊടുക്കറാ? കുട്ടി പാലിന് വേണ്ടിട്ടൊന്നുമല്ല കരയുന്നത്. പിന്നെന്തിനാ കരയുന്നു? ഞാനിപ്പൊ പാല് കൊടുത്തിനത്ര. എന്നിട്ട് ഇങ്ങനെ കരയുന്നു? ബാക്സിനിക്കാ കരയുന്നു? ഏട്ടി, ഇപ്പൊ പാല് കൊടുത്തിട്ട് 2 മിനിറ്റ് പോലും ആയില്ല. ഇത് കരഞ്ഞു കൊടുക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാന്ന്? നിങ്ങൾക്ക് കുറച്ച് സമയം ഒന്ന് കുട്ടീനെ എടുക്കറാ? ഞാനെടുത്ത കുട്ടി കരച്ചിൽ നിൽക്കൊന്നുമില്ല, കുഞ്ഞു കുട്ടിയല്ലേ. ഒരാളൊന്നും മാറിയെടുക്കാനില്ലാണ്ട് 3-4 ദിവസമായി മനുഷ്യന്മാരൊന്നും ഉറങ്ങിച്ച്. അമ്മയോട് പറയാറോ എനിക്ക് കുറച്ച് സമയം കുട്ടീനെ എടുക്കാൻ വേണ്ടിട്ട്? അമ്മ പ്രസവിക്കുന്നതിന് മുന്നേ വന്നിട്ട് വെള്ളം വേണോ, മറ്റേ കരിക്ക് വേണോ, മറ്റേ വേണോ എന്നിട്ട് ഇടക്കിടക്ക് വന്നിട്ട് ചോദിക്കും. ഇപ്പൊ പ്രസവിച്ച് കഴിഞ്ഞാൽ കുട്ടീനെ മാത്രം മതി. അതും കുട്ടി കരഞ്ഞു കഴിഞ്ഞാലൊന്നും എടുക്കൂല. ഉറങ്ങുന്ന സമയത്ത് വന്നിട്ട് എടുക്കണം ചോദിക്കും. അന്നേരം എന്തിനാ കുട്ടീനെ എടുക്കേണ്ട ആവശ്യം? പകലൊന്നും ഒരാളെങ്കിലും മാറിയെടുക്കാനാണെങ്കിൽ കണക്ക് കുറച്ച് ആശ്വാസമാവൂലേ? രാത്രി മൊത്തം ഉറക്കം കഴിഞ്ഞിട്ട് കുട്ടീനെ നോക്കുന്നു. കേട്ടോ, വരുമ്പോ എനക്കൊരു ബിരിയാണി കൊണ്ട് തരുമോ? വിശക്കുന്നുണ്ട്. ഇവിടെ എന്താ ചോറും കറിയില്ലേ? അത് തിന്നാൻ തോന്നില്ല കേട്ടോ. എന്താ ഇത്ര ആരും ചോറും കറിയില്ലേ? പെട്ടെന്നൊരു ബിരിയാണി. അതിനൊക്കെ പൈസ ഒന്നുമില്ല, ബിരിയാണി ഒന്നും പഠിക്കാൻ കഴിയില്ല. കേട്ടോ, കുറച്ച് സമയം കുട്ടീനെ നോക്കും. ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ. എനക്ക് എന്തെല്ലോ കഴിയുന്നില്ല. എനക്ക് പോകാണ്ട്. ഏട്ടാ, ഒന്ന് കുളിക്കുന്ന ഒരു 5 മിനിറ്റ് മതി. നീ വേഗം പോയിട്ട് കുളിക്കും. കുട്ടിയാ ഉറങ്ങല്ലേ? ഇപ്പൊ എണീച്ച് കരയോട്ടെ. ആരും ഇല്ലാണ്ട് എങ്ങനെ പോവാ? എനക്ക് അറിയില്ല, ഞാൻ പോവാ. ആര് നീ എന്തിനാ കരയുന്നു? എന്നാ കാരണം? ഇവിടെ ആരെന്നാ പറഞ്ഞിനി? എന്നാ പ്രസവിക്കുന്നതിന് മുന്നേ എന്നെ എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. അത് വേണോ ഇത് വേണോ ഭയങ്കര കാര്യോ. ഇപ്പൊ പ്രസവിച്ചു കഴിഞ്ഞാലോ ആർക്കും അന്ന വേണ്ട, കുട്ടീനെ മാത്രം മതി. എന്നാ പകലൊന്നും കുട്ടീനെ ഒന്ന് മാറിയെടുക്കാൻ പോലും ആരുമില്ല. നീ എന്താ പറയുന്നത്? നീ കാണില്ല എന്റെ അടുക്കളയിലെ പണിയല്ലോ. നിങ്ങക്ക് നേരത്തിനുള്ള ഭക്ഷണമെല്ലാം ആക്കി തന്നിട്ടില്ല ഞാൻ കുട്ടീനെ എടുക്കുന്നത്. ഞാനിവിടെ ശരിക്കും ഒറ്റപ്പെട്ട പോലെ തോന്നി. ഓരോട് 1 മിനിറ്റ് 5 മിനിറ്റ് പോലും എന്നോട് വർത്തമാനം പറയാൻ പറ്റും ഓർക്ക് ഇപ്പൊ സമയമില്ല. മറ്റെത്ര നല്ല ഇതിൽ എന്നെ നോക്കി തന്നു. ഇപ്പൊ ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ പോലും ഓർക്ക് സമയമില്ല. ഞാനിവിടെ ആകെ ഒറ്റപ്പെട്ട പോലെയല്ല. എനിക്ക് ജീവിച്ചിട്ട് തന്നെ മതിയായി. നീ ഏതേലും ഫോണോണ്ട് കളിക്കുന്നത്? കുറച്ച് സമയം ഓരോരുത്തരും പോയിരിക്കടാ. ഓക്ക് എന്താ വിഷമം എന്നറിയില്ല. ഞാൻ പോകുമ്പോണ്ട് ഓള് കാര്യം. ഞാനെന്നാ വേണ്ടേ? ഞാൻ ഓളോടൊക്കെ പോയിട്ട് എടുത്തിട്ടെന്നാ വേണ്ടേ? എന്താന്നറിയില്ല, ഓക്ക് എന്തോ ഒരു വിഷമമുണ്ട്. എന്ത് വിഷമോ?
എന്നാകപ്പോ ഇവിടെ തിന്നാനും കുടിക്കാനും നോക്കി ഞാൻ കൊണ്ട് കൊടുക്കുന്നില്ല, പിന്നെന്താ നോക്ക വിഷമം? തിന്നാനും കുടിക്കാനും ഇല്ലായിട്ടല്ല, അത് നിനക്ക് അറിയായിട്ടാണ്. നമ്മളെല്ലാം ഇത് കടന്നു വന്നു തന്നെയാണ്. നീ ഓളടുത്ത് പോയിട്ട് ലേശ സമയം വർത്താനെല്ലാം പറ. ഞാൻ ഇത് ഇപ്പോഴും വരുമ്പോൾ ഓൾ ഇരുന്ന് കരയുന്നു. ഇപ്പോഴത്തെ പെൺകുട്ടിയൊക്കെല്ലാം ഉള്ളതാണ് പ്രസവം കഴിഞ്ഞാൽ ഒരു ഡിപ്രഷൻ. അത് പണ്ടത്തെ ആ പരിഗണന കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ട് അവർക്കിപ്പോൾ. ഒരു വലിയ പ്രശ്നമാണ്. നമ്മളായിട്ട് ഓളെ അതിൽ തള്ളിവിടണ്ട. അതുകൊണ്ട് നീ കുറച്ച് സമയം ഓളടുത്ത് പോയിട്ട് അടുത്ത് ഇരുന്നിട്ട് എന്തെങ്കിലും വർത്താനെല്ലാം പറ.